ഈ കാണുന്നതൊക്കെ ഞാനിവിടെ ഉപയോഗിക്കുന്ന സോൾഡിംഗ് ആണാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ 90 രൂപ മുതൽ 350 രൂപ വരെയുള്ള സോൾഡിംഗ് ആണുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോൾഡിംഗ് ആണ് നമുക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല, വല്ലപ്പോഴൊക്കെയുള്ള യൂസിനാണെങ്കിൽ വലിയ വില കൂടിയതൊന്നും മേടിക്കേണ്ട കാര്യമില്ല. കുറഞ്ഞ വിലയുടെ സോൾഡിംഗ് ആണ് മേടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറഞ്ഞ വിലയുടെ സോൾഡിംഗ് ആണ് മേടിക്കുമ്പം പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ആവുന്ന സോൾഡിംഗ് എങ്ങനെയാണ് നന്നാക്കുന്നതെന്നും അതുപോലെ വില കുറഞ്ഞ സോൾഡിങ്ങിന് വേഗം വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ ഞാനിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സോൾഡോണിൻ്റെ സോൾഡിംഗ് ആണ്. ഈ കാണുന്ന രണ്ടും ഏകദേശം സെയിം മോഡൽ തന്നെയാണ്. ഒന്ന് 2016 എന്തോ വാങ്ങിയതാണ്, വില കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഈ കാണുന്ന ഏകദേശം 1.5 വർഷം മുമ്പ് വാങ്ങിയതുമാണ്. അപ്പോൾ സോൾഡോണ്ട് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള സോൾഡിംഗ് ഏകദേശം 350 രൂപയ്ക്കാവും. അപ്പോൾ നിങ്ങൾക്ക് വലിയ യൂസൊന്നും ഇല്ലെങ്കിൽ ഒരു വല്ലപ്പോഴൊക്കെയുള്ള യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ സോൾഡോണ്ട് മേടിക്കണമെന്നില്ല, കുറഞ്ഞത് മേടിച്ചാൽ മതി. പിന്നെ ഇതുപോലത്തെ സോൾഡോണ്ട് നല്ല സോൾഡിംഗ് മേടിച്ച് വെക്കുവാണെങ്കിൽ വർഷങ്ങളോളം ഇരുന്നോളും, വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അതുപോലെ ഈ കാണുന്നത് 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന സോൾഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന AC വർക്ക് ചെയ്യുന്ന സോൾഡിംഗ് ആണ്. ഇത് ഞാൻ ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് മേടിച്ചതാണ്. ഇതിന് 140 രൂപയായിരുന്നു. അതായത് ഇതുവരെയും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സോൾഡിംഗ് ഞാൻ വാങ്ങിയത് തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്ന്. അതുപോലെ ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, നേപ്പൽ അങ്ങനെ എന്തോ ഒരു പേര് എന്തോ ആയിരുന്നു തോന്നുന്നു. അതുപോലെ ഞാൻ ഈ ഒരു സോൾഡിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒന്നാമത്തെ ബിറ്റ് തീർന്നു പോയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ബിറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറഞ്ഞ സോൾഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സോൾഡോണ്ടൊക്കെ സോൾഡിംഗ് ആണെങ്കിലും ഈ ഒരു മോഡൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരേ സൈസുള്ള സോൾഡിംഗ് ബിറ്റുകൾ മേടിക്കാൻ കിട്ടും. ഈ ഒരു ബിറ്റ് 60 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പല മോഡൽ കൂടിയ ക്വാളിറ്റിയും കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബിറ്റുകൾ മേടിക്കും. അതുപോലെ വില കുറഞ്ഞ സോൾഡിംഗാണ് കൂടുതലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഒന്ന് ഇതിൻ്റെ ബിറ്റ് വേഗം തീർന്നു പോലും, പിന്നെ ഇതിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആകലുമാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു ഹീറ്റ് ആകുന്ന അയണിന് വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും പൊതുവേ ഒന്നിനും തന്നെ വരാറില്ല. അതുപോലെ ഈ ഒരു സോൾഡിംഗാണ് 25 വാട്ട്സിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ യൂസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ വില കുറഞ്ഞ മോഡൽ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പവർ കേബിൾ കംപ്ലൈൻ്റ് ആകുന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അത് മേടിക്കാൻ. അപ്പം പവർ കേബിളോ അല്ലെങ്കിൽ സോൾഡിംഗ് ബിറ്റോ കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് വേറെ റീപ്ലേസ് ചെയ്യാം. അതിൽ ഈ കാണുന്നത് സാംകോണിൻ്റെ സോൾഡിംഗ് ആണ്. ഇതും 25 വാട്ട്സിൻ്റെ ആണ്. ഇതിന് ഏകദേശം 190 രൂപയാണ് ആയത്. ഈ ഒരു സോൾഡിംഗാണ് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ സാംകോണിൻ്റെ ഈ ഒരു മോഡൽ സോൾഡിംഗ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഏകദേശം സോൾഡോണിൻ്റെ സോൾഡിംഗ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ സോൾഡോണ്ട് അത്രയും ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സോൾഡിംഗ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു സോൾഡിംഗ് മേടിച്ച് ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നോക്കിയില്ല, വേറെയും സോൾഡിംഗ് എനിക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് മാറ്റി വെക്കുമായിരുന്നു ചെയ്തേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സോൾഡിംഗ് റിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള സോൾഡിംഗാണ് പ്രധാനമായിട്ട് വരുന്ന കംപ്ലൈൻറ്റ്. ഇതിൻ്റെ പവർ കേബിൾ തന്നെയാണ് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു പവർ കേബിളിനകത്ത് 2 വയർ മാത്രമേ ഉള്ളൂ, എർത്ത് കണക്ഷൻ ഇല്ല. ഫേസ് ന്യൂട്രൽ മാത്രമാണ് ഈ ഒരു പവർ കേബിളുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ വിലയുടെ സോൾഡിങ്ങിനൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ പവർ കേബിളിനകത്ത് എർത്ത് വയർ കാണില്ല. അതുപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ ബിറ്റൊക്കെ ആയിരിക്കും കുറഞ്ഞ വിലയുടെ സോൾഡിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ സോൾഡിങ് ആയതിൻ്റെ അയൺ കംപ്ലൈൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അയൺ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു പവർ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിക്കവാറും ഇങ്ങനെയുള്ള സോൾഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അയൺ ബോൺസ്, മിക്സി ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ എല്ലാം അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു കേബിൾ വേഗം തന്നെ കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. ചില ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ കേബിൾ കണ്ടാൽ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വയർ ഏതെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു സോൾഡിംഗ് ആയതിൻ്റെ പവർ കേബിൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു വയറിൽ കോൺടാക്റ്റ് കിട്ടുന്നില്ല. അതായത് ഈ ഒരു പവർ കേബിളിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന 2 വയർ, ഫേസ് ന്യൂട്രൽ, ഇതിനകത്ത് ഏതോ ഒരു വയർ ഇടയ്ക്ക് വെച്ച് അവിടെ വെച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സോൾഡിങ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേബിൾ റീപ്ലേസ് ചെയ്ത് വേറെ ഒരു കേബിൾ ഇട്ട് നോക്കാം. അതുപോലെ ഇങ്ങനെയുള്ള സോൾഡിംഗ് ആണൊക്കെ ശരിക്കും എർത്ത് കൂടി ഇട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 കോർ കേബിൾ ഇല്ലാത്തതുകൊണ്ട് 2 കോർ കേബിളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സോൾഡിംഗ് ആയതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ 3 കാലുകളാണ്. അത് 2 ലെഗുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ കമ്പി ചുറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലാണ് ഫേസ് ന്യൂട്രൽ കണക്ട് ചെയ്യേണ്ടത്. 3 പിന്നിൽ ഒരെണ്ണം എർത്താണ്, അതായത് ബോഡി എർത്ത്. അപ്പോൾ എർത്ത് കൂടി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സേഫ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എർത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ ഇങ്ങനെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി, കണ്ടിന്യൂറ്റി മോഡ് ഇട്ട് കഴിഞ്ഞ്. അതുപോലെ ഞാൻ ഇന്നിവിടെ 2 കോർ കേബിൾ കണക്ട് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഈ 3 കോർ കേബിൾ നിലവിലില്ലാത്തതുകൊണ്ടാണ്. ഇത് ഹീറ്റ് ആകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നതാണ്. എന്തായാലും നമ്മൾ പുതിയ കേബിൾ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറണ്ടിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ഹീറ്റ് ആവുന്നുണ്ടോ. നമ്മുടെ ഈ ഒരു അയണ് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ പവർ കേബിൾ മാത്രമാണ് ഡാമേജ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെയുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു മീഡിയം റേഞ്ചിലുള്ള സോൾഡിംഗ് മേടിച്ചാൽ മതി. പിന്നെ കുറഞ്ഞ വിലയുടെ സോൾഡിംഗ് മേടിക്കുമ്പോൾ തന്നെ കേബിൾ കംപ്ലൈൻറ്റ് ആ ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഞാനിവിടെ ഉപയോഗിക്കുന്ന എല്ലാ സോൾഡിങ്ങാനും 25 വാട്ട്സിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെയുള്ള ചെറിയ ഉപയോഗമാണെങ്കിൽ ഒരുപാട് പൈസ മുടക്കി വലിയ സോൾഡിങ്ങാനൊന്നും മേടിക്കേണ്ട. ഇങ്ങനെ കുറഞ്ഞ മോഡലൊക്കെ മേടിച്ചാലും മതി. കേബിളൊക്കെ ഡാമേജ് ആയാൽ മാറിയെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം.